Good morning, students. Adutha university question idana. Use triple integral to find the volume of the solid bounded by the surface y equal to x square and the planes y plus z is equal to 4, z equal to 0. ഇത് ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യണമെങ്കിൽ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ വി ഇതാണ് ഫോർമുല. വോളിയം കാണാനുള്ള ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ വി ഡി. ഇനി ഇവിടെ നമുക്ക് ട്രിപ്പിൾ ഇന്റഗ്രൽ വിക്ക് പകരം നമുക്ക് ഡി സെറ്റ് ഡി വൈ ഡി എക്സ് ഡി സെറ്റ് ഡി വൈ ഡി എക്സ്. ഇനി ഇസെറ്റിന്റെ വൈയുടെയും എക്സിന്റെ ലിമിറ്റ് കിട്ടണം. ഇസെറ്റിന്റെ ലോവർ ലിമിറ്റ് നമുക്ക് ഇസെറ്റ് ഈക്വൽ ടു 0 കൊടുക്കാം. ഇസെറ്റിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ y പ്ലസ് ഇസെറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇസെറ്റ് ഈസ് ഈക്വൽ എന്തായിരിക്കും? 4 മൈനസ് 5. അപ്പൊ ഇസെറ്റിന്റെ അപ്പർ ലിമിറ്റ് 4 മൈനസ് 5. ഇനി നമുക്ക് എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് കിട്ടണം. അതിന് നമ്മൾ ഒരു 2 ഡയമെൻഷണൽ ലൈനിലേക്ക് പ്രൊജക്ഷൻ നടത്തി. ഇത് എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്. അവിടെ y equal to x square എന്ന ഒരു പരാബോളയാണ് സിമെട്രി about the positive side of the y axis. y equal to x square ഒരു പരാബോള വെച്ചു. ഇനി 2 ഡയമെൻഷണൽ പ്ലെയിനിൽ z 0 ആയിരിക്കുമ്പോൾ y is equal to 4 ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ് 4 0 ആണെങ്കിൽ നമ്മൾ ലൈൻ വരച്ചിരിക്കുന്ന ലൈൻ y equal to 4. ഈ y is equal to 4 ആകുമ്പോൾ x square സമയത്ത് ആയിരിക്കും 4 ആയിരിക്കും. അപ്പൊ x is equal to plus or minus 2 ആയിരിക്കും. അപ്പൊ ഈ ലൈൻ ഇവിടുത്തെ ഒരു ലൈൻ എത്രയായിരിക്കും? ഈ ലൈൻ എന്ന് പറയുന്നത് -2, ഈ ലൈൻ എന്താണ്? +2. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് എക്സിന്റെ പോയിന്റ് പ്ലസ് ഓർ മൈനസ് 2. ഇനി നമ്മൾ ഈ പടത്തിൽ നോക്കിയിട്ട് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഒരു സ്ട്രിപ്പ് വന്നിട്ട് പാരലൽ ടു വൈ ആക്സിസിന് പാരലൽ ടു. ഇത് താഴെ ടച്ച് ചെയ്യുന്നത് ഈ പരാബോളയിലാണ്. therefore വൈയുടെ ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ കൊടുക്കും. ഇത് മുകളിൽ ടച്ച് ചെയ്യുന്നത് ലൈനാണ്. അപ്പോൾ 4 കൊടുക്കും. ഇനി എക്സിന്റെ ലിമിറ്റ് എന്താണ്? -2 മുതൽ +2 വരെ. -2 മുതൽ +2. അപ്പൊ എല്ലാവരുടെയും ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ആദ്യം നമ്മൾ ഇസെറ്റ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ -2 to +2 x സ്ക്വയർ to 4. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസെറ്റ് 0 to 4 minus y dy dx. Then integral -2 to +2 integral x square to 4. ഇവിടെ 4 minus 1 അപ്പർ ലിമിറ്റ് 4 ഇസെറ്റിന് 4 കൊടുത്തപ്പോൾ 4 minus 5 കിട്ടി. dy dx. ഇനി നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ -2 to +2 then 4y minus y square by 2. Lower limit x square, upper limit 4. Then dx. Then limit കൊടുക്കാം. -2 to +2 y ക്ക് 4 കൊടുക്കുമ്പോൾ 16 വരും. മൈനസ് y ക്ക് 4 കൊടുക്കുമ്പോൾ 16/2 നമുക്ക് 8 വരും. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 16 - 8 വരും. ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് y ക്ക് x കൊടുക്കും 4x സ്ക്വയർ മൈനസ് y ക്ക് നമ്മൾ x സ്ക്വയർ കൊടുക്കുമ്പോൾ 1/2. അപ്പൊ x⁴ divided by 2. അപ്പൊ കംപ്ലീറ്റ് എക്സിലോട്ട് ഷിഫ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ -2 to +2 16 - 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. -4x സ്ക്വയർ പ്ലസ് x⁴/2. ഇനി എക്സിലോട്ട് മാത്രം ഷിഫ്റ്റഡ് ആയി. ഇനി നമുക്ക് എക്സ് വെച്ച് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന എന്താ നോക്കിയേ. ഇവിടെ 8x - 4. ഇവിടെ 4x സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 4x³ പ്ലസ് 1/2 ഇൻറ്റു x⁵5/5. ഇന്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് ലോവർ ലിമിറ്റ് -2, അപ്പർ ലിമിറ്റ് +2. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 8 × 2 16 മൈനസ് 4/3 ഇൻറ്റു 8 plus 1/10 into
2⁵ എന്ന് പറഞ്ഞാൽ 32. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഈ ലോവർ ലിമിറ്റ് കൊടുക്കാം. ലോവർ ലിമിറ്റ് -2 കൊടുക്കുമ്പോൾ -16. ഇവിടെ -2 കൊടുക്കുമ്പോൾ +4/3 ഇൻറ്റു 8. ആ മൈനസ് കൊണ്ട് പ്ലസ് ആവും. 4/3 ഇൻറ്റു 8 പ്ലസ് 1/10 ഇൻറ്റു ഇവിടെ -2 കൊടുക്കുമ്പോൾ -32. ദാറ്റ് ഈസ് 16 മൈനസ് 32/3 ഇവിടെ. ഇവിടെ നമുക്ക് 32/10 16/5 എഴുതാം. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ +16 വരും. ഇവിടെ നമുക്ക് -32/3 വരും. ഇവിടെ നമുക്ക് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 32/10 16/5 ആണ്. അപ്പോ +16/5 ഇത്രയും ടേമുകൾ ഇവിടെ കിട്ടി. പിന്നെ അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് ഇവിടെ ഈ 16 കൂട്ടുമ്പോൾ നമുക്ക് 32 വരും. അപ്പൊ ഈ രണ്ടെണ്ണം എടുത്തു. ഇവിടെ 32/3 കൂട്ടുമ്പോൾ -64/3 വരും. അപ്പൊ ഈ രണ്ട് നമ്പർ കൊടുത്തു. 16/5 കൂട്ടുമ്പോൾ 32/5. ഇനി ഇത് നമ്മള് ഇത് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1 2 6 3 9 96 മൈനസ് 64/3 പ്ലസ് 32/5. 96 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും? 2 വരും. 32 പ്ലസ് 32/5. 2ൽ നിന്ന് നമുക്ക് 32 പുറത്തു വെക്കാം. 1/3 പ്ലസ് 1/5 വരും എന്ന് പറഞ്ഞാൽ 32 ഇൻറ്റു 5 പ്ലസ് 3/3 15. 32 ഇൻറ്റു 8/15 വരും. 32 ഇൻറ്റു 8 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 16 8 3 24 1 25 256/15. ഇതിന്റെ ആൻസർ എത്രയാണ്? 256/15 എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ, ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചേരുന്നത് 256/15. അപ്പൊ ഈ ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചതാണ് ഏപ്രിൽ 2018. ഏപ്രിൽ 2018 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2015 സ്കീമിന്റെ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ട്രിപ്പിൾ ഇന്റഗ്രൽ dv. dvക്ക് പകരം നമ്മൾ എന്ത് എഴുതി? dz dy dx. ആദ്യം ഇസഡിന്റെ ലിമിറ്റ് കണ്ടുപിടിച്ചു. അതിനുശേഷം 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് പ്രൊജക്ഷൻ കൊടുത്ത് വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കണ്ടുപിടിച്ചു. ആദ്യം ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, ദെൻ വൈ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. ഇസഡ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇസഡിന്റെ ലിമിറ്റ് കൊടുക്കുന്നു, വൈ വെച്ച് ഇന്റഗ്രേറ്റ് വൈയുടെ ലിമിറ്റ് കൊടുക്കുന്നു, എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് എക്സിന്റെ ലിമിറ്റ് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 256/15. അപ്പൊ ഇത് നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. ഓക്കെ.